രാജ്യത്തെ സമ്പത്തിന്റെ ബഹുഭൂരിപക്ഷവും ജനസംഖ്യയുടെ വെറും 1% വരുന്ന അതിസമ്പന്നരുടെ കയ്യിലാണെന്നാണ് റിപ്പോർട്ടുകൾ. സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം രാജ്യത്ത് വർദ്ധിക്കുന്നുവെന്നാണ് വിവിധ പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ദരിദ്രനാരായണന്മാരെ പ്രതിനിധീകരിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ പുതിയ പാർലമെന്റിൽ? പുതിയ മോദി സർക്കാരിലെ മന്ത്രിമാരുടെ ആസ്തി എത്രയാണ്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി 18ാം ലോക്സഭയിലെ 93% അംഗങ്ങളും കോടീശ്വരന്മാരാണ്. അതായത് 543 അംഗങ്ങളിലെ 504 അംഗങ്ങളും കോടിപതികളാണെന്ന്. ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സഭയിലെത്തുന്ന കോടിപതികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 2009 ഇത് 58%. 2014 ഇത് 82%. 2019 88% അംഗങ്ങളും കോടീശ്വരന്മാരായിരുന്നു. പുതിയ സഭയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നുള്ള TDP അംഗമാണ്. ഡോക്ടർ ചന്ദ്രശേഖർ പൊമസാനിയുടെ ആസ്തി 5705 കോടി. 4568 കോടി ആസ്തിയുള്ള തെലങ്കാനയിലെ കോണ്ടാ വിശ്വേശ്വർ റെഡ്ഡിയും 1241 കോടിയുമായി വ്യവസായി നവീൻ ജിൻഡാലും പിന്നാലെയുണ്ട്. തീരുന്നില്ല. മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് കോടിപതി അല്ലാത്തത്. മന്ത്രി കസേരയിൽ കയറിയ ശേഷം ആസ്തി പല മടങ്ങ് ഇരട്ടിപ്പിച്ചവരാണ് രണ്ടാം മോദി മന്ത്രിസഭയിലെ പല പ്രമുഖരും. 233% മുതൽ 20% വരെയാണ് വെളിപ്പെടുത്തിയ സ്വത്തിലെ പലരുടെയും വളർച്ച. വേൾഡ് ബാങ്ക് 2022 പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയുടെ 11.9% പേരും പരമദരിദ്രരാണ്. അതായത് ഗ്രാമീണ മേഖലയിൽ പ്രതിദിനം 33 രൂപയും നഗരത്തിൽ 47 രൂപയും തികച്ച് എടുക്കാനില്ലാത്തവരാണ് 16 കോടിയിലേറെ വരുന്ന ഇന്ത്യക്കാർ. അതേസമയം ഇന്ത്യൻ സർക്കാരിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ ദരിദ്രർ വെറും 5% താഴെയാണ്. അതായത് 7 കോടി പേർ. ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നിരിക്കുന്ന രാജ്യത്തെ യഥാർത്ഥ കണക്ക് തീർച്ചയായും ഇതിലും എത്രയോ അധികമാവും. കോടീശ്വരന്മാരായ മന്ത്രിമാർ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ ദരിദ്ര ജനകോടികളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും പരിഗണിക്കപ്പെടുമോ?